സ്മൃതി, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിതെളിയുകയാണ് എന്നാണ് നമ്മളടക്കം കരുതുന്നത്. നിലവിൽ PV അൻവർ മത്സരരംഗത്ത് നിന്ന് നിലവിൽ പിന്മാറിയെങ്കിലും പൂർണ്ണമായും മത്സരരംഗത്ത് നിന്ന് പിന്മാറി എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആര്യാടൻ ഷൗക്കത്തും M സ്വരാജുമാണ് ഇപ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. നാളെ BJP സ്ഥാനാർത്ഥി നിർത്തിയേക്കാം. പ്രാദേശിക സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ BJPയും സ്ഥാനാർത്ഥി നിർത്തും. ഇനി PV അൻവർ വന്നാൽ പോലും പ്രവചനാതീതമായൊരു മത്സരമായി മാറിക്കഴിഞ്ഞു. പ്രവചനാതീതമായ മത്സരമാണ്. കാരണം ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്നു. അവിടെ PV അൻവർ എന്നൊരു വേറൊരു ഘടകം കൂടി വരുന്നു എന്ന നിലയ്ക്ക് നിലമ്പൂരിലെ പോരാട്ടം ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് നമ്മൾ പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും കണ്ട രൂപത്തിലൊന്നും ആയിരിക്കില്ല നിലമ്പൂരിലെ പോരാട്ടം എന്നുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഈ ഘട്ടത്തിൽ തുടങ്ങുന്ന ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റാതെ നമ്മൾ അന്ധാളിച്ച് നോക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇന്നത്തെ പ്രചാരണം, ഇന്നിപ്പോൾ സ്വരാജ് രാവിലെ നിലമ്പൂരിൽ വന്നിറങ്ങിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് തൊട്ട് സ്വരാജുമായിട്ടുള്ള റാലി, പ്രവർത്തകരുടെ വലിയ കൂട്ടം, കേഡറുകൾ മുഴുവൻ, പാർട്ടി മുഴുവൻ ഒന്നടങ്കം തന്നെ സ്വരാജിന് പിന്നിൽ അണിനിരക്കുന്നു. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെച്ച്, കാരണം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി മത്സരിക്കുകയാണല്ലോ. അപ്പോൾ സ്വതന്ത്രരെ പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചത് പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച്, അവിടുത്തെ സഖാക്കളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നാട്ടുകാരനായ സ്വരാജിനെ തന്നെ അവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. സ്വരാജ് 3 മാസമായി അവിടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയായി കിട്ടിയ എന്നുള്ളത് അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ എല്ലാ തരത്തിലും അവിടെ സ്വരാജിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം. പക്ഷേ വിജയിക്കാൻ അതുമാത്രം പോരാ, ഘടകം എന്നുള്ളതാണത്. ഒരു UDF മണ്ഡലമാണ്. ആ UDF മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. PV അൻവർ എന്ന ഘടകം ഒരു പ്ലസ് ആകും എന്നാണ് UDF കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്ലസ് ആകുന്നതിന് പകരം മൈനസ് ആകുമോ എന്നുള്ള ആശങ്കയാണ് അവിടെ നിൽക്കുന്നത്. കാരണം അൻവറിൻ്റെ ലക്ഷ്യം എന്താണ്? അൻവർ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അൻവർ പല ഘട്ടങ്ങളിലായി ഘടകം മറിഞ്ഞ് അൻവർ എന്ന സാന്നിധ്യം, അൻവർ എന്ന ഫാക്ടർ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അൻവർ പല ഘട്ടങ്ങളിലായി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനുവരിയിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത് പിണറായിസത്തിനോടുള്ള എതിർപ്പാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻ്റെ പോലീസ് നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ RSSുമായുള്ള പോലീസിൻ്റെ ബന്ധം, അതിന് മൗനം അവലംബിച്ച് അതിൻ്റെ ഗുണഭോക്താവായി നിൽക്കുന്ന പിണറായി വിജയൻ ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു താൻ UDFന് വേണ്ടിയിട്ടാണ്, ആ സീറ്റ് UDFന് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു രാജിവെച്ചതെന്ന്. അത് എത്രത്തോളം നമുക്ക് ദഹിക്കുന്നതാണ്. കാരണം ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രതികരണം അൻവറിനെ ഒന്ന് അത്ര അടുപ്പിച്ചിട്ടൊന്നുമല്ല നിന്നിരുന്നത്. അൻവർ പറയുന്നത് നോക്കാം, കേൾക്കാം എന്ന രൂപത്തിലാണ് അന്നൊക്കെ നേതാക്കളുടെ പ്രതികരണം കണ്ടിരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയിൽ, ആ യാത്രയിൽ മലയോര കർഷകർക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് ആദ്യമായി സഹകരിക്കുന്നത്. അന്ന് മുതലാണ് ഒരുമിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്ന് മുതലല്ല, അന്നാണ് ഒരുമിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടന്നായി പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന കാര്യം, അദ്ദേഹം എന്തൊക്കെ ഡിമാൻഡ് ചെയ്തു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് ഉള്ളിലുള്ളതൊക്കെ അങ്ങ് പുറത്തേക്ക് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ അസോസിയേറ്റ് അംഗം അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമാക്കുക എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വരെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ള വിവരം കൂടി അറിയുന്നുണ്ട്. പുറത്തേക്ക് അദ്ദേഹം പറയുന്നു, അദ്ദേഹം സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ ബേപ്പൂർ നൽകാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അതും പോയി എന്നുള്ളൂ. ബേപ്പൂർ നൽകാമെന്ന് ഏത് നേതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പറഞ്ഞതായിട്ടല്ല. കോഴിക്കോട്ടെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ വർത്തമാനത്തിൽ പറഞ്ഞു പോകുന്ന വാചകങ്ങളെയാണ് അദ്ദേഹം ഒരു ഉറപ്പായി വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു അപശബ്ദമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് അവിടെ നിൽക്കുന്നത്. ആ അപശബ്ദം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ താനൊരു അധിക പ്രസംഗിയാണ്, അധിക പ്രസംഗം താൻ തുടരുമെന്നാണ് പറയുന്നത്. ആ അധിക പ്രസംഗത്തിൽ തനിക്ക് മത്സരിക്കാൻ പാങ്ങില്ല, ഇനി ആരും എന്നെ വിളിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. മത്സരിക്കാൻ പാങ്ങില്ല, അതുകൊണ്ട് മത്സരിക്കില്ല എന്ന് രാവിലെ പറയുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഒരുപാട് പേർ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മത്സരിക്കൂ എന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ അതാണോ ചിത്രം? നമുക്കറിയാം, തുടക്കത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടിയിരുന്ന വലിയ കയ്യടി, വലിയ ജനസഞ്ചയം, അത് കാണാൻ നിന്ന ജനസഞ്ചയം, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും CPM-ൽ നിന്നും ഏതെങ്കിലും ഒരു ചെറിയ പ്രാദേശിക നേതാവിനെ പോലും അടർത്തി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്.
ഇനി നിലമ്പൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹം നിലമ്പൂരിൻ്റെ നാട്ടുകാരൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പറയാനാണെങ്കിൽ അദ്ദേഹം ഏറനാട്ടുകാരനാണ്. അദ്ദേഹം നിലമ്പൂരിലെ 2 തവണത്തെ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ പറയുകയാണെങ്കിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അവിടെ പൊതുവെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വീടും തറവാടുകൾ എന്നൊക്കെ പറയും 100-150 അംഗങ്ങളുള്ളതായിരിക്കും. പല വീടുകളിലും ആളുകളെ പേരെടുത്ത് വിളിച്ച് ഓരോരുത്തരെയും സംബോധന ചെയ്യാനുള്ള അടുപ്പം കുടുംബങ്ങളുമായിട്ടുണ്ട്. അതാണ് അൻവറുമായി ബന്ധപ്പെട്ട ആ കുടുംബങ്ങൾക്കുള്ള ബന്ധം. അത് എത്രത്തോളം വോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന PV അൻവർ മൈനസ് ഈ പറയുന്ന കുടുംബങ്ങളുടെ വോട്ട് എന്ന് കണക്കാക്കുമ്പോൾ കുറഞ്ഞത് 7000-ൽ നിൽക്കും. അതിലപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. അത്രയേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ അൻവർ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിപ്പുണ്ടായിരുന്ന CPM-ലെ ആളുകൾ പോലും പൂർണ്ണമായും അൻവറിനെ കൈവിട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അവിടെ എത്തിയിരിക്കുന്നു. ഇനി 2016 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഐ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് വോട്ടെങ്കിലും കിട്ടിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസിനകത്ത് നിലമ്പൂരിൽ എപ്പോഴും കോൺഗ്രസ് അങ്ങോട്ടും കുതികാൽ വെട്ടുണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണല്ലോ. 2 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 30 വർഷം ആര്യാടൻ മുഹമ്മദ് ജയിച്ചതിനു ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും ആ കുതികാൽ വെട്ടുണ്ടായിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. തൻ്റെ പിൻഗാമിയായി മകനെ പ്രതിഷ്ഠിക്കാൻ നോക്കിയത് അവിടെ വലിയ എതിർപ്പ് ഐ ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ അസംതൃപ്തരായ ഐ ഗ്രൂപ്പിൻ്റെ ഒരു വോട്ട് കിട്ടിക്കൊണ്ടുകൂടിയാണ് അൻവർ അന്ന് ജയിച്ചിരുന്നത് 2016. 2021 ആയപ്പോഴേക്കും സ്ഥിതി മാറി. ആര്യാടൻ ഷൗക്കത്തും VV പ്രകാശും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് മത്സരിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരുന്നു അൻവർ. അൻവറിനെ നിർബന്ധിച്ച് CPM കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്ന PV പ്രകാശിൻ്റെ പരാജയത്തിന് കാരണം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് അത് ബോധപൂർവം പറയുന്നത് തന്നെയാണ്. കാരണം കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് CPM 2 തവണയും ഈ PV അൻവർ എന്ന സ്വതന്ത്രനെ വെച്ച് ജയിച്ചിട്ടുള്ളത്. ആ പടലപ്പിണക്കം അത് ഇപ്പോഴും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു ഉദ്ദേശം അതിനകത്തുണ്ട്. പക്ഷേ സ്വരാജിനെ അവിടെ നിർത്തുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവർക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അത് ഒന്നുണർത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന VV പ്രകാശിൻ്റെ കുടുംബത്തെയും അവരുടെ ഭാര്യയെയും ഒക്കെ തന്നെ CPM ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി നിൽക്കുന്നതിനോട് എതിർപ്പുള്ള കാര്യം മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്കിനി അറിയേണ്ടത് ലീഗും ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നല്ലോ. ലീഗിനോട് ഏറ്റുമുട്ടിയാണ് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന് അവിടെ ഒരു സ്ഥാനമുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഴയ കഥ ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ, അതിനോട് ചേർന്ന് നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും എയറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ പ്രതിഫലിക്കുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ലീഗ് അന്നത്തെ ഘട്ടത്തിൽ നിന്ന് ലീഗ് മാറിയെന്ന് ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു. അവർ ഓരോ പ്രാദേശികത്തിലും ഓരോ പഞ്ചായത്തിലും ചുമതലകൾ കൊടുത്തുകൊണ്ട് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഓരോ നേതാക്കൾക്കും ഒരു MLA-യും അവിടുത്തെ പ്രാദേശിക നേതാക്കളും അടക്കമുള്ള ഒരു സംഘത്തിന് ഓരോ പഞ്ചായത്തിലും ചുമതല കൊടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കിടയിലെ പടലപ്പിണക്കമില്ലെങ്കിൽ നിലമ്പൂർ നേടാം. അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഈ ഘട്ടത്തിൽ വരെയില്ല, ഈ ദിവസം വരെയില്ല എന്ന് പറയാം. ഈ പത്രികാ സമർപ്പണത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായൊരു മെസ്സേജായി, ഒരു സ്ട്രാറ്റജിയായി അവർ മുന്നിൽ കാണിക്കുന്നുണ്ട്. മുന്നിൽ നിന്ന നേതാക്കളുടെ നിര അതാണ്. പുതിയ KPCC അധ്യക്ഷൻ, UDF കൺവീനർ, മറ്റ് പ്രധാനപ്പെട്ട യുവ നേതാക്കൾ, അല്ലേ, ആക്ടിംഗ് പ്രസിഡന്റുമാർ എല്ലാവരും. പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയത് കൊണ്ടായിരിക്കും. അല്ലാതെ അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിലൊക്കെ തുടക്കം മുതൽ നിന്നിരുന്നത്. ബാക്കി എല്ലാ നേതാക്കളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവ നേതാക്കൾ. ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തോന്നിക്കുന്ന പറഞ്ഞു വച്ചിരുന്ന ആരോപണങ്ങൾ അത് പൊളിക്കാൻ വേണ്ടിയാകണം VS ജോയെയും അടുപ്പിച്ച് തന്നെ നിർത്തിയിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് തൊട്ടപ്പുറത്ത് തന്നെ VS ജോയ് നിന്നിരുന്നു. ചേർന്ന് നിന്നുകൊണ്ടാണ് പത്രികാ സമർപ്പണത്തിന് പോയത്. അപ്പോൾ അതൊരു മെസ്സേജായിട്ട് കൊടുക്കാനാണ്, എതിരാളികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജായിട്ട് കാണണം. ഈ ഘട്ടം വരെയും 2 സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം വളരെ മാന്യവും വളരെ സംസ്കാരത്തോടു കൂടിയ പ്രതികരണങ്ങളുമാണ് 2 നേതാക്കൾക്കുമുള്ളത്, 2 സ്ഥാനാർത്ഥികൾക്കുമുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അണികൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2 റാലികളും കൂട്ടിമുട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര് നമ്മൾ ആദ്യ ദിവസം തന്നെ കണ്ടു. ഇനി അങ്ങോട്ട് അത് ചൂടുപിടിച്ച് ഏത് രൂപത്തിലേക്ക് മാറും, പ്രത്യാരോപണങ്ങളുടെ സ്വഭാവം എന്താകും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. Meet the editors.